ഫ്രണ്ട്സ്, ഞാനിന്ന് പറവക്കോല മീൻ കൊണ്ട് ഒരു റോസ്റ്റാണ് ചെയ്യുന്നത്. നമുക്കതിനാവശ്യമായിട്ട് ആദ്യം ഒന്ന് അരപ്പ് പിടിപ്പിച്ച് വെക്കണം മീനിന്. ഞാനിപ്പോൾ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്രയാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. ഒരു ലെമൺ, അര ലെമൺ കൂടി പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. ഇത് 5 വറ്റൽമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 1.5 സ്പൂൺ പെരുംജീരകം, 1 സ്പൂൺ സാദാ ജീരകം, 1 സ്പൂൺ കുരുമുളക്, 1 സ്പൂൺ മല്ലി, മുഴുവനായിട്ടുള്ള മല്ലി. ഇത്രയും നമുക്കൊന്ന് തരിതരിപ്പായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കണം. നമ്മളിപ്പോൾ മുളക് പൊടി പുരട്ടി വെച്ചിരിക്കുന്ന മീനെല്ലാം ഒന്ന് പൊരിച്ചെടുക്കണം. തിരിച്ചും മറിച്ചിട്ട് ഒന്ന് പൊരിച്ചെടുക്കണം. തീരെ ഫ്രൈ ആക്കണ്ട. ഒരു മിതമായ ചൂടിൽ വേണം എടുക്കാൻ. നമ്മൾ വീണ്ടും അത് വേവിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. ഇനി ഞാനിപ്പോൾ തിരിച്ചിട്ട് കൊടുത്ത് പൊരിക്കുകയാണ്. ഇനി നമുക്കൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച ശേഷം നമുക്ക് സവാള, ഞാൻ ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു 1.5 സവാളയും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് വഴറ്റി കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. നമ്മൾ നേരത്തെ മീനിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഇനി നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മുളകും പെരുംജീരകവും ജീരകവും അതെല്ലാം കൂടി ചേർത്ത് കൊടുക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നല്ല മണം വരും. നല്ല മൂത്തം കഴിഞ്ഞ ശേഷം നമുക്ക് ഇത് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കണം. ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത പൊടിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരേ ഒരു സ്പൂൺ കുറച്ച് പുളി, കട്ടിയായിട്ട് പിഴിഞ്ഞ പുളി വെള്ളം, 1 സ്പൂൺ മതി, ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവാള കൂട്ടൊക്കെ ഇപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളിനി ചെയ്യുന്നത്, നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന മീനുണ്ടല്ലോ, അതെല്ലാം ഇതിലോട്ട് വെച്ച ശേഷം ഒരു 1-2 മിനിറ്റ് മൂടി വേവിക്കണം. നമ്മളിപ്പോൾ മീനൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളത് മൂടി 1 മിനിറ്റ് വെച്ച ശേഷം വീണ്ടും തിരിച്ചിട്ട ശേഷം ഒന്നുകൂടി മൂടി വേവിക്കണം. ഇനി നമുക്ക് ഈ മീനൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം, പൊട്ടാതെ തിരിച്ചിട്ട് കൊടുക്കണം. ഞാനിപ്പോൾ തിരിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് ഒരു മിനിറ്റ് വേണ്ട, ഒരു അര മിനിറ്റ് വെച്ച ശേഷം പെട്ടെന്ന് എടുത്തേക്കണം. അപ്പോൾ നമ്മുടെ ഫിഷൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കോല ഫിഷ് റോസ്റ്റ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറിനോടൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. തീർച്ചയായും എല്ലാവരും ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കുക. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.